ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 23 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പൊ NIOSലെ കുട്ടികളെല്ലാവരും പെട്ടത് തന്നെ ടെക്സ്റ്റും ബുക്കും എല്ലാം എടുത്ത് റെഡി ആയിരിക്കാം. നമുക്ക് വൈകിപ്പിക്കാതെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മുടെ 23ാമത്തെ പാഠമാണ്. 23ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു പീരീഡിൽ നമ്മൾ പഠിച്ചെടുത്ത പാഠങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹിസ്റ്ററി ആണ്, ഇച്ചിരി ടഫാണ്. എന്നാ പിന്നെ നമ്മളൊരു സ്റ്റോറി പോലെ പഠിച്ചു വെച്ചിരുന്ന എളുപ്പവുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് 23 ആണ്. ചാപ്റ്റർ 23, വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് റഷ്യൻ റെവല്യൂഷൻ. ഒന്നാം ലോക യുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ റെവല്യൂഷനുമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. അത് നിങ്ങൾ എപ്പോഴും അത് ആ ഒരു സീരിയസ്നെസ്സോടെ തന്നെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ കഴിയും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവം അല്ലെ, മലയാളത്തിൽ പറഞ്ഞ റഷ്യൻ വിപ്ലവം, അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം. ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്കറിയാം റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് നേരെ എന്തിലോട്ട് പോകാം? ഒന്നാം ലോക മഹായുദ്ധത്തിലോട്ട് പോവാം. ആദ്യം നമുക്ക് റഷ്യൻ വിപ്ലവം, അതിന്റെ കാരണങ്ങളും അതുപോലെ തന്നെ അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ എന്താണ് ഈ റഷ്യൻ റെവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്? എന്താണ് ഉണ്ടാകാൻ ഇടയായ കുറെ കോസസ് ഉണ്ട്. കോസസ് എന്ന് പറയുമ്പോൾ കാരണങ്ങളുണ്ട്. ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ആർഭാട ജീവിതം അല്ലെ. ആരുടെയാണ്? സർ ചക്രവർത്തിമാരുടെ. സർ ചക്രവർത്തീസ് ആണ് അവിടെ എന്ത് ഭരിച്ചിരുന്നത്? റഷ്യ ഭരിച്ചിരുന്നത് ഒരു ഓട്ടോക്രസി ആയിരുന്നു. അവരിങ്ങനെ സ്വന്തമായിട്ട് ആധിപത്യം സ്ഥാപിച്ചിരുന്നവരാണ്. ഓട്ടോക്രസി ലൈഫാണ് ഒരു പീരീഡ് ആയിരുന്നു. ആ സമയത്ത് അവരുടെ സ്വേച്ഛാധിപത്യത്തിന് എതിരെ ഉയർന്നു വന്ന ഒരു റെവല്യൂഷനാണ് നമ്മുടെ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ സർ ചക്രവർത്തിമാർ എങ്ങനെ ലക്ഷറി ലൈഫ്സ് ആണ് കീപ്പ് ചെയ്തു പോയിരുന്നത്. ലക്ഷറി ലൈഫായിരുന്നു, അതായത് ആർഭാട ജീവിതമായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു ഉണ്ടാകാനിടയ കാരണം? സാധാരണക്കാരെ അല്ലെ, സാധാരണക്കാരെ ഒന്നും എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല. കൃഷിക്കാരുടെ, പെസൻസിന്റെയും അതുപോലെ തന്നെ അതർ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബിലോ ആയിരുന്നു. അവരുടെ ലൈഫ് വളരെ ബിലോ ആയിരുന്നു. അപ്പൊ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന ഇട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭരിക്കുന്നവർ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ രീതികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുമായിരുന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഉയർന്ന ആൾക്കാരും കുറച്ച് താഴ്ന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു അന്തരമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? വ്ളാഡിമിർ ലെനിൻ ആണ്. ലെനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റഷ്യൻ വിപ്ലവത്തിന്റെ എന്തെന്ന് പറയുന്നത്? നേതാവ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കാം, സർ ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരെ ഉയർന്നു വന്നതെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ഇനി റഷ്യൻ വിപ്ലവത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫെബ്രുവരി വിപ്ലവം എന്നും അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഫെബ്രുവരി വിപ്ലവം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിന് ചോദിക്കാം. എന്താണ് ഫെബ്രുവരി വിപ്ലവം? എന്താണ് റഷ്യൻ വിപ്ലവം? എന്താണ് ഒക്ടോബർ വിപ്ലവം? എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫെബ്രുവരി വിപ്ലവം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, റഷ്യൻ വിപ്ലവത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം എന്നും രണ്ടാമത്തേത് എന്താണ്? ഒക്ടോബർ വിപ്ലവം എന്ന്. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്? ഈ സമയത്ത് സാർ ചക്രവർത്തിമാരുടെ ഭരണം ആർക്കും രസിക്കുന്നില്ലല്ലോ അല്ലെ. ആ സമയത്ത് അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുകയാണ്? ഭരണത്തിൽ വരികയാണ്. അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ചക്രവർത്തി എന്ത് ചെയ്യുന്നുണ്ട്? സാർ ചക്രവർത്തിയെ അല്ലെങ്കിൽ സാർ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം. ഈ ഫെബ്രുവരി വിപ്ലവത്തിൽ ആരാണ് വരുന്നത്? സാർ ചക്രവർത്തിമാരുടെ ഭരണം സഹിക്കാൻ കഴിയാതെ അവിടേക്ക് ഉടലെടുത്ത് വരുന്ന പാർട്ടിയുടെ പേരെന്തായിരുന്നു? ഫെബ്രുവരി വിപ്ലവത്തിലൂടെ ആര് വരികയാണ്? നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി. അപ്പൊ ഒക്ടോബർ വിപ്ലവം എന്തായിരിക്കും? ഈ അലക്സാണ്ടർ കെരൻസ്കി വന്നു, ഭരിച്ചൊക്കെ തുടങ്ങി. പക്ഷെ അങ്ങോട്ട് അവരുടെ ഭരണവും എന്തായിരുന്നില്ല, സുഗമമായിട്ട് പോയില്ല. അവരുടെ ഭരണവും വളരെ പരിതാപകരവും അതുപോലെ തന്നെ സോവിയറ്റുകളെ പരിഗണിക്കാതെ അങ്ങനെയൊക്കെ ആയപ്പോ അവരെ എന്ത് ചെയ്തു? അട്ടിമറിച്ചുകൊണ്ട്, മനസ്സിലായി? ഫെബ്രുവരി വിപ്ലവത്തില് അലക്സാണ്ടർ കെരൻസ്കിയെ അട്ടിമറിച്ചുകൊണ്ട് വ്ളാഡിമിർ ലെനിൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരികയാണ്. ഒരു കഥ പോലെ പഠിച്ചിരിക്കുക. ലെനിന്റെ അധികാരത്തിനെ ആണ് എന്ത് വിളിക്കുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും പഠിച്ചത് ഒന്നുകൂടെ നിങ്ങൾ പഠിച്ചേ.
എന്നാണ് നമ്മുടെ റഷ്യൻ വിപ്ലവം നടന്ന വർഷം തൊട്ട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒരു കഥ പോലെ പഠിച്ചു നോക്കിയാൽ റഷ്യൻ വിപ്ലവം എപ്പോഴാണ്? 1917 1970 റഷ്യൻ വിപ്ലവം വന്നത്. ആരാണ് നേതാവ് എന്ന് പറയുന്നത്? ലെനിൻ ആണ്. ലെനിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ലെനിൻ. ഓക്കെ, എന്തിനാണ് റഷ്യൻ വിപ്ലവം ഉടലെടുത്തത്? സർ ചക്രവർത്തിമാരുടെ അഴിമതിക്കെതിരെ. എനിക്ക് നിങ്ങൾക്ക് നിന്നുകൊണ്ട് എനിക്ക് ഇതിന്റെ ക്ലാസ് എടുത്ത് തരണമെന്ന് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാലോ എന്റെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് കാരണമാണ് ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. കുറച്ച് ഫ്ലോ ചാർട്ടും കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിട്ട് പഠിപ്പിച്ചു തരണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. കുറച്ച് നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ക്ലാസ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് സദേ ക്ഷമിക്കുക. നിങ്ങൾ അഡ്ജസ്റ്റ് ആണ്, നിങ്ങൾ എന്റെ കുട്ടികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. എങ്കിലും ഞങ്ങളുടെ ഓഫ്ലൈനിലെ കുട്ടികളോടാണ് അതുപോലെ തന്നെ ഓൺലൈനിലെ കുട്ടികളോടും പറയുകയാണ്, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ സദയം നോക്കാം. എങ്കിലും നമുക്ക് പഠിക്കുക എങ്ങനെയാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് 1917 അല്ലേ? 1917 ആരെയാണ് അട്ടിമറിച്ചുകൊണ്ട്? സർ ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് വന്ന വിപ്ലവത്തെയാണ് എന്ത് വിളിക്കുന്നത്? റഷ്യൻ വിപ്ലവം എന്ന് വിളിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തില് ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വളരെ പരിതാപകരമായിരുന്നു അല്ലെ? വളരെ പരിതാപകരം. ഭരിക്കുന്നവരും തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നു. സാധാരണക്കാരെയൊന്നും പരിഗണിച്ചിരുന്നില്ല. ലക്ഷറി ലൈഫും ആർഭാട ജീവിതവും ഒക്കെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? അല്ലെങ്കിൽ അനുഭവിച്ചിരുന്നത് ആരായിരുന്നു? അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ രാജാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ചക്രവർത്തിമാരായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് എന്തറിയപ്പെടുന്നത്? നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം എന്നും അനന്തർ എന്താണ് ഒക്ടോബർ വിപ്ലവം എന്നും. ഈ ഫെബ്രുവരി വിപ്ലവത്തില് റഷ്യയിലെ ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് ആര് വരികയാണ്? ഏത് നായകൻ വരികയാണ്? അലക്സാണ്ടർ കെരൻസ്കി വരികയാണ്. അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് ഭരണത്തിലൊക്കെ നിന്നുവെങ്കിലും പക്ഷെ അവർക്കും നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അതില് അതൃപ്തി ഉണ്ടായി കുറച്ച് വിഭാഗക്കാർക്ക്. അങ്ങനെ ഒരു അലക്സാണ്ടർ കെരൻസ്കി വന്ന ആ സമയത്തെ നമ്മൾ എന്ത് വിളിച്ചു? ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ ഭരണം അത്രയ്ക്ക് സുഗമമായി നടക്കാതെ വന്നപ്പോൾ അലക്സാണ്ടർ കെരൻസ്കി അട്ടിമറിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മറ്റൊരു നായകൻ വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ലെനിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? വ്ളാഡിമിർ ലെനിൻ. അപ്പൊ ലെനിൻ അധികാരത്തിൽ വന്നതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഒക്ടോബർ വിപ്ലവം. ഇത് ഇത്രയുമാണ്, 2 ഘട്ടങ്ങൾ. അപ്പൊ ഫെബ്രുവരി വിപ്ലവത്തിൽ ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. ഒക്ടോബർ വിപ്ലവത്തിൽ ആരാണ്? നമ്മുടെ വ്ളാഡിമിർ ലെനിൻ. ക്ലിയർ? ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി എന്തൊക്കെയായിരിക്കും കുറച്ചുകൂടെ റീസൺസ് നമുക്ക് നോക്കാം. നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന് കുറച്ചുകൂടെ റീസൺസ്. ചുമ്മാതിരിക്കുമ്പോ ഒരു വിപ്ലവം ഒന്നും പൊട്ടിപ്പുറപ്പെടില്ല. എന്തുകൊണ്ടായിരിക്കാം? നോക്കിക്കേ, സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം, ഓട്ടോക്രസി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓട്ടോക്രസി. അവരിങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. മറ്റു ജനങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇവിടെ കപട സന്യാസി എന്നറിയപ്പെടുന്ന റാസ്പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റാസ്പുടിനാണ് എല്ലാ കൗശലകരമായ കാര്യങ്ങളും ഭരണത്തിലിരിക്കുന്ന സർ ചക്രവർത്തി നിക്കോളസിന്റെ ഭാര്യയ്ക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. കാരണം രാജാവിന് ഭരിക്കാൻ അറിയില്ല. പകരം ഈ റാസ്പുടിൻ, കപട സന്യാസി എന്നറിയപ്പെടുന്ന റാസ്പുടിൻ എന്ത് ചെയ്യുന്നു? ഈ ഭരിക്കാനുള്ള കാര്യങ്ങളെല്ലാം കപടപരമായ രീതിയിൽ സൂത്രശാലന് കുറുക്കരെ പോലെ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ദ്രോഹിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരായ ജനങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് റാസ്പുടിനെ എന്ത് വിളിക്കുന്നത്? കപട സന്യാസി എന്ന് വിളിക്കുന്നത്. അപ്പൊ കപട സന്യാസിയായ റാസ്പുടിന്റെ നയങ്ങളൊന്നും ജനങ്ങൾക്ക് അത്രയ്ക്ക് സുഗമമായില്ല. സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് കൃത്യമായി എന്തില്ല? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ വക ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഇതെല്ലാം ആര്? ഭരിക്കുന്നവർ. അപ്പൊ ഭരിക്കപ്പെടുന്നവരും തമ്മിൽ വളരെ അന്തരം ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. ഭക്ഷ്യക്ഷാമം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെയധികം ദൗർലഭ്യം ഇവർക്ക് അനുഭവപ്പെട്ടു. ആഹാരത്തൊന്നും ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ നിരത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെഡിന് വേണ്ടിയിട്ടും റൊട്ടിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു എന്നാണ് പറയുന്നത് റഷ്യൻ വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ. പിന്നെ ഭൗതിക കാരണം ഇന്റലക്ച്വൽ കോസസ് എന്ന് പറയുമ്പോൾ ലെനിനും മാക്സിം ഗോർക്കിയും അതുപോലെ തന്നെ നമ്മുടെ ടോൾസ്റ്റോയും ഒക്കെ എന്ത് ചെയ്തു? ഈ റഷ്യയിലെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവരുടെ റൈറ്റിംഗ്സിൽ അവർ കുറിക്കുകയുണ്ടായി. ഓക്കെ, നമുക്കറിയാം 10ാം ക്ലാസ്സിലെ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ആ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലെ ഒരു ക്ലിപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടുമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ മാക്സിം ഗോർക്കി എഴുതിയ ആ ഒരു കഥ, ഒരു നോവലാണ് എന്തെന്ന് പറയുന്നത്? അമ്മ എന്ന് പറയുന്നത്.
അപ്പൊ ഇതിലെല്ലാം റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇന്റലക്ച്വൽ കോസസിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഏതെങ്കിലും ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് എന്താ വയലന്റ് ആവുകയും തുടങ്ങിയില്ലേ. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ജനങ്ങൾ തന്നെ മനസ്സിലാക്കണം, ഇവരുടെ എഴുത്തുകളിലൂടെ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ എന്താണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, നമ്മുടെ രാജാക്കന്മാർ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യാവസ്ഥകൾ അവർ മനസ്സിലാക്കിയത് ഈ എഴുത്തുകാരന്മാരുടെ ഈ റൈറ്റിങ്സിലൂടെയാണ്. മനസ്സിലായല്ലോ. അപ്പൊ ആരൊക്കെയായിരുന്നു? ടോൾസ്റ്റോയി, ലെനിൻ, പിന്നെ നമ്മുടെ മാക്സിം ഗോർക്കിയുടെ അമ്മ, ആ നോവലിന്റെ പേര്. ഇതെല്ലാം കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ തൊഴിലാളികൾ എന്ത് ചെയ്തു? കുറേ സോവിയറ്റ്, അവിടുത്തെ തൊഴിലാളി വിഭാഗത്തെ അറിയപ്പെട്ട പേരാണ് സോവിയറ്റുകൾ. റഷ്യയിലെ ആ തൊഴിലാളി വിഭാഗത്തെ അറിയപ്പെട്ട പേരെന്താണ്? സോവിയറ്റുകളാണ്. അപ്പൊ ഇവർ ഒരു രൂപീകരിച്ച സംഘടന ഉണ്ടായിരുന്നു. അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു കഥ പോലെ പഠിച്ചു. ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അവർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ലേബർ പാർട്ടി. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ തൊഴിലാളികൾ രൂപീകരിച്ച പാർട്ടി എന്ന് വിളിച്ചു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ആദ്യം നോക്കാം. എന്റെ കൂടെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റഷ്യൻ റവല്യൂഷൻ പഠിച്ചെടുക്കാം. 1917 1917 റഷ്യൻ വിപ്ലവം തുടങ്ങിയത്. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് എന്റെ കൂടെ പറ, വ്ളാഡിമിർ ലെനിൻ. എന്തുകൊണ്ടായിരിക്കും റഷ്യൻ വിപ്ലവം ഉടലെടുക്കാൻ കാരണം? സർ ചക്രവർത്തിമാരുടെ അഴിമതി നിറഞ്ഞ ഭരണം, ആർഭാട ജീവിതം, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. ക്ലിയർ. അടുത്തെന്താണ്? റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫെബ്രുവരി വിപ്ലവം എന്നും ഒക്ടോബർ വിപ്ലവം എന്നും. ഫെബ്രുവരി വിപ്ലവത്തിൽ സാർ ചക്രവർത്തി അട്ടിമറിച്ചുകൊണ്ട് ആര് വരികയാണ്? അലക്സാണ്ടർ ചക്രവർത്തി വരികയാണ്. അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോ അവർക്ക് നന്നായിട്ട് ഭരണം നടത്താൻ കഴിഞ്ഞോ? ഇല്ല. അവരെയും അട്ടിമറിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് അതിന് ഫെബ്രുവരി വിപ്ലവം. അവരെയും അട്ടിമറിച്ചുകൊണ്ട് അടുത്ത വിഭാഗക്കാർ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്നു, വ്ളാഡിമിർ ലെനിൻ. അതിനെ എന്ത് വിളിച്ചു? ഒക്ടോബർ വിപ്ലവം എന്നും വിളിച്ചു. ഇത്രയും ക്ലിയർ അല്ലേ? പക്കയല്ലേ? സൂപ്പർ ആയിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ +2 കുട്ടികളോടത്താണ് ഇതെല്ലാം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ആധികാരികമായിട്ടൊന്നും നമ്മൾ PSC ലെവലിലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ആ ഒരു സെന്റൻസിനകത്ത് പറയുന്നത്, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, അതുപോലെ തന്നെ എന്താണ് കോസസ്, ഏതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ഇതെല്ലാം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അല്ലാതെ നിങ്ങൾ OMR രീതിയിലൊന്നും പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താണോ SAക്ക് ചോദിക്കുന്നത് അത് മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഒക്ടോബർ വിപ്ലവമായി, ഫെബ്രുവരി വിപ്ലവമായി. ഇനി അടുത്തെന്താണ്? കോസസ് പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ കോസസ് പഠിച്ചത്? ചക്രവർത്തിമാരുടെ ദുർഭരണം. പിന്നെ കപട സന്യാസി ആരായിരുന്നു? റാസ്പുട്ടിൻ നയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തെന്താണ്? സാമ്പത്തികപരമായ കാര്യങ്ങൾ. ആൾക്കാർക്ക് എന്തില്ല? ഫുഡില്ല. അപ്പൊ ആൾക്കാർക്ക് ഫുഡില്ല. അത് കഴിഞ്ഞ ശേഷം ഭൗതിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റലക്ച്വൽ കോസസ് എന്ന് പറയും. ആരൊക്കെയാണ് അവിടെ വന്നത്? ഇന്റലക്ച്വൽ കോസസിൽ വന്നത്? ടോൾസ്റ്റോയി, ലെനിൻ, അതുപോലെ തന്നെ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവൽ. ഇതെല്ലാമാണ് അവിടെ ഇന്റലക്ച്വൽ. ഇതിൽ നിന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളരെയധികം കഷ്ടപ്പാടിലാണ് എന്ന് മനസ്സിലാക്കി. ഇനി തൊഴിലാളി രൂപീകൃത സംഘടനയുടെ പേരെന്താണ്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഈ ലേബർ പാർട്ടി 2ആയിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം പഠിച്ചതുപോലെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയായിട്ടാണ്? മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. മനസ്സിലായോ? എന്തൊക്കെയായിട്ടാണ്? മെൻഷെവിക് എന്നും ബോൾഷെവിക്കുകൾ എന്നും 2ആയിട്ട് തിരിക്കുകയുണ്ടായി. മെൻഷെവിക്കും ബോൾഷെവിക്. മെൻഷെവിക് പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണെന്ന് അറിയാമോ? അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക് പാർട്ടിക്ക് രൂപം നൽകിയത്. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ബോൾഷെവിക്കിന് ആരായിരിക്കും? ലെനിനും അതുപോലെ തന്നെ ട്രോസ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് പ്രാധാന്യം നൽകിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോഴേ റഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള അരക്ഷിത അവസ്ഥയാണ്. ആ സമയത്ത് റഷ്യ ജപ്പാനുമായിട്ട് എന്തിലേർപ്പെട്ടു? യുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ ജനങ്ങളും മറ്റു ഉള്ള ആൾക്കാരും പറയുകയാണ് റഷ്യയോട്, എന്താണ് റഷ്യയിൽ സാർ ചക്രവർത്തിമാരോട് പറയുന്നു, ഒരു യുദ്ധം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമാകും. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഇല്ലാതെയാകും. നമുക്ക് ധാരാളം ഡെത്ത് സംഭവിക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും രാജാക്കന്മാര് എന്ത് ചെയ്തില്ല? റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തിന് സമ്മതം മൂളി.
കഥ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും റഷ്യ കൂപ്പുകുത്തി നിൽക്കുവാണ്. ഒന്നാമതേ എന്താണ്, ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരം. അവർക്ക് ഫുഡില്ല, അവർക്ക് ഷെൽട്ടർ ഇല്ല. പക്ഷേ ആർഭാട ജീവിതം അവർ നയിക്കുന്നുണ്ട്, ഭരണാധികാരികൾ. ആ സമയത്തും പടുകുഴിയിൽ നിൽക്കുന്ന റഷ്യയെ കുറച്ചുകൂടെ പടുകുഴിയിലോട്ട് ആക്കാനായിട്ട് റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തിന് ആര് സമ്മതം മൂളുകയാണ്? സർ ചക്രവർത്തിമാർ ഭരണത്തിൽ എന്ത് ചെയ്തു? സമ്മതം മൂളുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ റഷ്യ എന്ത് ചെയ്തു? ഒരു ചെറിയ കൺട്രിയായ ജപ്പാനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ഇത് റഷ്യയിലെ ജനങ്ങൾക്ക് മാനസികപരമായും ശാരീരികപരമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കഥ മനസ്സിലാവുന്ന ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. ഇപ്പൊ റഷ്യ എവിടെ എത്തി? ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെ, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, മെൻഷേവിക് എന്നും ബോൾഷെവിക് എന്നും. മെൻഷേവിക്കില് അലക്സാണ്ടർ കെറൻസ്കി എന്നും ബോൾഷെവിക്കില് ആരാണ്? ലെനിനും ട്രോസ്കിയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് പാർട്ടി എന്ത് ചെയ്തു? തിരിച്ചു. അവരിങ്ങനെ ഒരുവിധം ഭരണം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് 1905 റഷ്യ എന്ത് ചെയ്തു? ജപ്പാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒന്നാമതേ ആര്? റഷ്യ വളരെ പരിതാപകരം അവസ്ഥയിലായിരുന്നു. ഒരു യുദ്ധത്തെ നേരിടാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേബിളോ അതുപോലെ തന്നെ കായിക അധ്വാനോ ഒന്നും തന്നെ റഷ്യക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടും റഷ്യ ജപ്പാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒരു കുഞ്ഞു കൺട്രിയായ ജപ്പാനോട് ബിഗ് കൺട്രിയായ റഷ്യ എന്ത് ചെയ്യുകയാണ്? തോറ്റു പരാജയപ്പെട്ടു. ഇത് റഷ്യൻ ജനതയുടെ മനസ്സിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ മനസ്സിന് മുറിവേറ്റ ഒരു സംഭവമായിരുന്നു റഷ്യ ജപ്പാൻ യുദ്ധം 1905. ക്ലിയർ ആയല്ലോ? ഓക്കെ. അങ്ങനെ തൊഴിലാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആഹാരമില്ലാതെ എന്ത് ചെയ്യാൻ തുടങ്ങി? റോഡിലൂടെ എന്ത് ചെയ്തു? ആഹാരത്തിന് വേണ്ടിയിട്ട് കൈയും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. ധാരാളം ആൾക്കാർ മരിച്ചു. ഏതിലാണ്? ഈ റഷ്യൻ വിപ്ലവത്തിലല്ല, ഏതിലാണ്? 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തില് അനേകം ആൾക്കാര് കൊല്ലപ്പെട്ടു. അനേകം പേര് എന്ത് ചെയ്തു? ആഹാരത്തിന് വേണ്ടിയിട്ട് അലയുവാനൊക്കെ തുടങ്ങി. മനസ്സിലായല്ലോ? അങ്ങനെ ഇരിക്കെ എന്താ സംഭവിച്ചത്? ഈ തൊഴിലാളികൾ, നമ്മൾ പറഞ്ഞില്ലേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തൊഴിലാളികള് തങ്ങൾക്ക് ആഹാരം വേണമെന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അല്ലെ പെട്രോഗ്രാഡ്, എവിടെ കൂടെയാണ്? പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈ നീട്ടി ഇങ്ങനെ രാജാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട്, രാജാക്കന്മാരെ കൈ നീട്ടിക്കൊണ്ട് അവർ യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു. ആ സമയത്ത് ഇവരുടെ നേർക്ക് എന്ത് ചെയ്തു? എന്താ സംഭവിച്ചത്? വെടി ഉതിർത്തു. അങ്ങനെ ധാരാളം പേര് എന്ത് ചെയ്തു? മരിച്ചു. അതിനെ എന്താണ്? ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ബ്ലഡി സൺഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1905 റഷ്യയും ജപ്പാൻ നമ്മുടെ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുകയും ജപ്പാൻ എന്ന ചെറിയ കൺട്രിയോട് റഷ്യ പരാജയം ഏറ്റുവാങ്ങുകയും ഇതിനെ തുടർന്ന് സാമ്പത്തികപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും തകർന്ന റഷ്യയിലെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈകൾ നീട്ടിക്കൊണ്ട് തെരുവിലൂടെ ഇറങ്ങുകയും പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സിറ്റിയിൽ വച്ച് ജനങ്ങളുടെ നേരെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ നേരെ എന്ത് ചെയ്തു? രാജാക്കന്മാരുടെ സേനാ നായകന്മാർ വെടിയുതിർക്കുകയും അനേകം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ എന്ത് ചെയ്തു? പിടഞ്ഞ് മരിക്കുകയും ചെയ്തു. ഇതിനെ എന്ത് വിളിച്ചു? നമ്മുടെ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ട് രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. ഇതിനെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച എന്നൊക്കെ അറിയപ്പെട്ടത്. ഇതിനെങ്ങനെ അറിയപ്പെട്ടത്? വിളിച്ചത് ആരാണ്? ലെനിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായോ റഷ്യൻ വിപ്ലവം എന്താണെന്ന്? എന്തുകൊണ്ടാണ് റഷ്യൻ വിപ്ലവം ഉടലെടുക്കാൻ കാരണം എന്താണ്? മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് റഷ്യൻ വിപ്ലവം ഉടലെടുക്കാൻ കാരണം? ജനങ്ങളുടെ മനസ്സിനേറ്റ മുറിവ്, അവരുടെ മനസ്സിലും ശരീരത്തിനേറ്റ മുറിവ്. അത് കാരണം അവർ എന്ത് ചെയ്തു? രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ രാജാക്കന്മാരെ വെല്ലുവിളിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സിമ്പിൾ അല്ല ഇത്രയും? ബ്ലഡി സൺഡേ നമ്മൾ നോക്കി, ഫെബ്രുവരി വിപ്ലവം നോക്കി, പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നോക്കി, നമ്മുടെ ബെൻഷേവിക് നോക്കി, ഒക്ടോബർ വിപ്ലവം നോക്കി, കോസസ് നോക്കി, റഷ്യൻ വിപ്ലവം എന്നാണ് നടന്നത് നോക്കി. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ നോക്കിക്കേ. റഷ്യൻ വിപ്ലവം എന്നാണ് നടന്നത്? 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ക്ലിയർ? വർഷം പഠിച്ചു.
റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് വ്ളാഡിമർ ലെനിൻ എന്നാണ് അറിയപ്പെടുന്നത്. വ്ളാഡിമർ ലെനിൻ ആണ്. ഫെബ്രുവരി വിപ്ലവം എന്നും ഒക്ടോബർ വിപ്ലവം എന്നും നമ്മൾ തിരിക്കുന്നുണ്ട്. അതിനു മുന്നേ എന്താണ് സാർ ചക്രവർത്തിമാരുടെ ഭരണം എങ്ങനെയായിരുന്നില്ല? നല്ല രീതിയിലായിരുന്നില്ല. അവർ പരസ്പരം എന്താ ചെയ്തത്? ജനങ്ങളെ ഉപദ്രവിച്ചും അവർ നല്ല രീതിയിൽ ആർഭാട ജീവിതം, ലക്ഷറി ലൈഫ് നയിക്കുകയും സാധാരണക്കാരുടെ ജീവിതം വളരെ പരിതാപകരാവസ്ഥയും ദാരിദ്ര്യവും കൂപ്പുകുത്തിയതും ആയിരുന്നു. ഇതിനെതിരെയാണ് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഭരണാധികാരികൾക്കെതിരെ ശബ്ദം ഉയർത്താനായിട്ട് തുടങ്ങിയത്. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്താണ്? റഷ്യൻ വിപ്ലവത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫെബ്രുവരി വിപ്ലവം എന്നും ഒക്ടോബർ വിപ്ലവം എന്നും. ഫെബ്രുവരി വിപ്ലവത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. രാജാവിനെതിരെ ആര് വരികയാണ്? അലക്സാണ്ടർ കെരൻസ്കി വരികയാണ്. സർ ചക്രവർത്തിമാരുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് നിലവിൽ വന്ന വ്യക്തിയാണ് ആര്? അലക്സാണ്ടർ കെരൻസ്കി. പക്ഷെ ആ അലക്സാണ്ടർ കെരൻസ്കി വന്നതിനെ എന്ന് വിളിച്ചു? നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്നും വിളിച്ചു. ഇനി ഫെബ്രുവരി വിപ്ലവത്തിൽ അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യുന്നില്ല? നല്ല രീതിയിൽ ഭരണം നടത്താൻ കഴിയാതെ വരികയാണ്. ആ സമയത്ത് അലക്സാണ്ടർ കെരൻസ്കിയെ തള്ളിവിട്ടിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ലെനിൻ വരികയാണ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഒക്ടോബർ വിപ്ലവം എന്ന് വിളിച്ചു. ക്ലിയർ? മനസ്സിലായില്ലേ? ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ചക്രവർത്തിമാരുടെ ഓട്ടോക്രസി, ഏകാധിപത്യ ഭരണം, പിന്നെ കപട സന്യാസിയായ റാസ്പുടിൻ, അല്ലെ? കപട സന്യാസിയായ റാസ്പുടിൻ, പിന്നെ സാമ്പത്തിക കാരണങ്ങൾ, അല്ലെ? എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പിന്നെ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള അന്തരം. ഭരിക്കുന്നവൻ എപ്പോഴും മറ്റുള്ളവരെ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തുകൊണ്ടേ ഇരുന്നു. പിന്നെ എന്താണ്? ഇൻഡിവിജ്വൽ കോസസ്. ഇൻഡിവിജ്വൽ കോസസ് എന്ന് പറയുമ്പോൾ ഭൗതിക കാരണങ്ങൾ. ഭൗതിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വന്നത്? മാക്സിം ഗോർക്കി, അതുപോലെ ടോൾസ്റ്റോയി, പിന്നെന്താണ് നമ്മുടെ ലെനിൻ. ഇവരുടെയൊക്കെ എഴുത്തുകള് ജനങ്ങളെ എന്ത് ചെയ്തു? വളരെയധികം സ്വാധീനിച്ചു. അവർ മനസ്സിലാക്കിയാണ് തങ്ങൾ വളരെയധികം എന്ത് ചെയ്യുകയാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി. ഇനി തൊഴിലാളികൾ രൂപീകരിച്ച പാർട്ടി എന്തെന്ന് വെച്ചു? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. മെൻഷെവിക്കിനെ നമ്മൾ ആരാണ് ലീഡർ? കെരൻസ്കിയും. ബോൾഷെവിക്കിന്റെ ലീഡർ ആരാണ്? ലെനിനും പിന്നെ ട്രോസ്കിയുമായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴാണ് 1905 ഒന്നാം ലോക മഹായുദ്ധം നടക്കുവാണല്ലേ? 1914 കാലഘട്ടങ്ങളിലല്ല. അപ്പോ ഈ സമയത്ത് റഷ്യയും ജപ്പാനും തമ്മിൽ എന്തിലോട്ട് ഏർപ്പെട്ടു? ജനങ്ങളെല്ലാവരും പറഞ്ഞു എന്തിലോട്ട് ഏർപ്പെടരുത്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ല, നമുക്ക് അത്രയ്ക്ക് സൈനിക ബലമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലോട്ട് ഇറങ്ങണ്ട, വിപ്ലവത്തിലോ അല്ലെങ്കിൽ യുദ്ധത്തിലോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ടും സർ നിക്കോളസ് രണ്ടാമൻ എന്ത് ചെയ്തില്ല? യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ജർമ്മനിയും അതുപോലെ തന്നെ യുദ്ധത്തിൽ, അല്ലെ? റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധത്തില് വൻ നാശനഷ്ടം എന്ത് ചെയ്തു? ജർമ്മനിക്ക്, റഷ്യക്ക് ഉണ്ടായി. അതിനെ തുടർന്ന് ഒരു കൊച്ചു രാജ്യത്തോട് ഒരു വലിയ വൻകിട രാജ്യം എന്ത് ചെയ്തു? തോറ്റതിന്റെ അതൃപ്തിയും റഷ്യൻ ജനതയ്ക്ക് ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? റഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉടലെടുക്കുകയുണ്ടായി. ഈ സമയത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? തെരുവിലോട്ട് ഇറങ്ങി. ഒരു ഞായറാഴ്ചയായിരുന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവരുടെ ഇടയിലേക്ക് വെടി ഉതിർക്കുകയും ധാരാളം പേര് എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയും ചെയ്തു. ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ എന്ത് ചെയ്താണ്? റഷ്യൻ വിപ്ലവത്തില് ചോദിക്കുവാണെങ്കിൽ എഴുതണം. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ പാഠഭാഗത്തിന്റെ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേര് തന്നെ എന്താണ്? വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. ധാരാളം കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒത്തിരി കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കെല്ലാം ഒരു അഗ്രസീവ് നാഷണലിസം ഉണ്ടായിരുന്ന ഒരു പീരീഡ് ആയിരുന്നു. തന്റെ രാജ്യമാണ് നല്ലത്, തന്റെ രാജ്യം നല്ലത്, തന്റെ രാജ്യം നല്ലത്, അതായത് മറ്റു രാജ്യങ്ങളെല്ലാം താഴെത്തട്ടിലാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു പീരീഡിനെയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം രാജ്യത്തോടൊരു ഫീലിങ്ങും മറ്റു രാജ്യങ്ങളെ എന്താണ് കാണുന്നത് തന്നെ അറപ്പായിട്ടും അല്ലെങ്കിൽ അവരെ വെറുപ്പായിട്ട് കണക്കാക്കിയിരുന്ന ഒരു സമയമാണ്. അങ്ങനെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാവരും എന്തിലോട്ട് ഇറങ്ങി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ. പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്ത യുദ്ധത്തെയാണ് എന്ത് വിളിച്ചത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
ഇനി എപ്പോഴാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്? 1940 to 1918 വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കോളനികൾക്ക് വേണ്ടിയിട്ട് ധാരാളം ഇവർ എന്ത് കൂട്ടി? ധാരാളം വെപ്പൺസ് ഒക്കെ വാങ്ങിക്കൂട്ടി. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെപ്പൺസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയ കാലഘട്ടമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. അഗ്രസീവ് നാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ് അഗ്രസീവ് നാഷണലിസം? ഇവർക്ക് സ്വന്തമായിട്ടുള്ള രാജ്യത്തോടുള്ള ഇഷ്ടവും മറ്റു രാജ്യങ്ങളോട് കാണിക്കുന്ന വെറുപ്പും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാ രാജ്യങ്ങളും, ജർമ്മനി, ജപ്പാൻ, ഹംഗറി, ഓസ്ട്രിയ, സെർബിയ, ഇറ്റലി, അല്ലെ, ഇതിലെ കുറുക്കൻ സൂത്രശാലി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇറ്റലിനെയാണ്. മനസ്സിലായോ? ഇറ്റലി അങ്ങ് നിൽക്കും ഇങ്ങ് നിൽക്കും, എന്നിട്ട് പിന്മാറിപ്പോകുന്ന ഒരു കാലഘട്ടം. മനസ്സിലായോ? അതേപോലെ എന്താണ്, നമുക്ക് അത്രയും ആധികാരികമായിട്ടൊന്നും പഠിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു മതി. അഗ്രസീവ് നാഷണലിസം, ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാരണങ്ങൾ ചോദിക്കുവാണെങ്കിൽ അഗ്രസീവ് നാഷണലിസം, മനസ്സിലായോ? അഗ്രസീവ് അക്രമാസക്തമായ ദേശീയത ആകാം അല്ലെ, മറ്റു രാജ്യങ്ങളുടെ സത്വയും അല്ലെങ്കിൽ സ്വത്വത്തെയും അതുപോലെ തന്നെ അതിലും നല്ല കാര്യങ്ങളെ നമ്മൾ വാല്യൂസിനെയൊക്കെ ബഹുമാനിക്കണ്ടേ. ഇത് അങ്ങനെയല്ല. സ്വന്തം കാര്യത്തെ എന്ത് ചെയ്യും? നല്ലപോലെ നോക്കുകയും മറ്റു രാജ്യങ്ങളെ അറപ്പാട്ട് കാണുന്ന ഒരു ഏർപ്പാട്. 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എനിമിറ്റ്സ് ആണ്, നയതന്ത്രപരമായ ശത്രുക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ധാരാളം ശത്രുക്കൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇനി മിലിറ്ററി പവർ, ഓരോ രാജ്യങ്ങളും എന്താ സംഭവിച്ച? രഹസ്യധാരങ്ങൾ, നമ്മൾ പറയില്ലേ ചോർത്താൻ വേണ്ടി നിൽക്കുന്നൊക്കെ പറയില്ലേ, ചാരവൃത്തിയിൽ ഏർപ്പെട്ടു. മിലിറ്ററി പവർ ആണ്. രഹസ്യധാരണകളിലോട്ട് ഏർപ്പെട്ടു ഓരോ രാജ്യങ്ങളും. ജർമ്മനി ഹംഗറി, സെർബിയക്കെതിരെ ഓസ്ട്രിയ, സെർബിയ, ഇങ്ങനെ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിലിറ്ററി പവർ ഇവർക്കുണ്ട്. രഹസ്യധാരണകൾ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്ന പോലെ ആയിരുന്നു. പിന്നെ രണ്ട് ഇതുണ്ടായിരുന്നു, ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യവും. നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. എക്കണോമിക് ഫാക്ടർ, സാമ്പത്തികപരമായ കാരണങ്ങൾ. അതായത് ഒരു രാജ്യം, അമേരിക്ക എടുക്കണമെങ്കിൽ കുറച്ച് വെൽത്തി കൺട്രിയാണ്, അപ്പൊ ജപ്പാൻ നോക്കുമ്പോൾ അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലൊക്കെ ഉള്ള, നമുക്കറിയാലോ ഹിരോഷിമ നാഗസാക്കി, അപ്പൊ ജപ്പാനിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ജർമ്മനിയിലും ജപ്പാനിലൊക്കെ അണുബോംബ് ഇട്ടതും കാര്യങ്ങളൊക്കെ, അതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇവരുടെ രീതികൾ എന്ന് പറയുന്ന അക്രമാസക്തമായ ദേശീയതയും എക്കണോമിക് ഫാക്ടർ, സാമ്പത്തികപരമായ കാര്യങ്ങൾ. മറ്റു രാജ്യങ്ങളിലെല്ലാം നിറച്ച് സാമ്പത്തിക ഭദ്രതയുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിലില്ല. അപ്പൊ ഒരു യുദ്ധം കൊണ്ടാൽ ഞങ്ങൾക്കും എന്ത് കിട്ടും? സാമ്പത്തിക ഭദ്രത നിറയെ കിട്ടും എന്നുള്ള ഒരു തോന്നൽ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ മിസ്ട്രസ്റ്റ് ആൻഡ് മിലിറ്ററി, അതായത് ധാരാളം മാരകായുധങ്ങൾ, ആഹാര സാധനങ്ങളെക്കാളും, പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു, ആഹാര സാധനങ്ങളെക്കാളും ധാരാളം മാരകായുധങ്ങൾ, തോക്കുകളും വെടിയുണ്ടകളും മറ്റ് പീരങ്കികളും പടകളും ഒക്കെ വാങ്ങിക്കൂട്ടാനായിട്ട് ഓരോ രാജ്യങ്ങളും മത്സരിച്ചു എന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തില്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും രണ്ടും വെപ്പൺസ് ആണോ? ഇല്ല, ധാരാളം വെപ്പൺസ് മറ്റു രാജ്യങ്ങൾക്കൊപ്പം എത്താൻ വേണ്ടി രാജ്യങ്ങള് വാങ്ങിക്കൂട്ടി എന്നാണ്. അവിടെ ഒരു മത്സരമാണ്, ഒരു കോമ്പറ്റീഷനാണ്. അവനെക്കാളും നിറച്ച് എന്റെ കയ്യിലുണ്ട്, ആ രാജ്യത്തെക്കാളും വെപ്പൺസ് എന്റെ കയ്യിലുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് മാരകായുധങ്ങൾ വാങ്ങിക്കൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? അഗ്രസീവ് നാഷണലിസം, ഓക്കെ, അഗ്രസീവ് നാഷണലിസം, പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എനിമിറ്റ്സ്, നയതന്ത്ര ശത്രുക്കള്. ഓരോ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളും തമ്മിൽ എന്തുണ്ട്? ശത്രുക്കളുണ്ട്. മിലിറ്ററി പവർ എന്ന് പറയുന്നത് രഹസ്യധാരണകളും ചോർത്തകളും ചോർത്തി കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക് ഫാക്ടർ, സാമ്പത്തികപരമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. മ്യൂച്വൽ മിസ്ട്രസ്റ്റ് ആൻഡ് ദ മിലിറ്ററീസ്, മാരക ആയുധങ്ങള് വാങ്ങിക്കൂട്ടി. ഇനി ഇത്രയും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള കാരണമുണ്ട്. എന്താണ് ആ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്? അറിയാമോ? പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് ഓസ്ട്രിയ സെർബിയ യുദ്ധമാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള? ഓസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള യുദ്ധം പെട്ടെന്നുണ്ടായി. അത് എന്തുകൊണ്ടാ? 1914 ഓസ്ട്രിയ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആർച്ച് ഡ്യൂക്ക്
ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും. ശ്രദ്ധിച്ചിരിക്കുക, സെർബിയക്കാരനായ ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഒരു തീവ്രവാദിയാണ്, അദ്ദേഹത്തിന്റെ പേര് ഗാവിലോ പ്രിൻസിപ്പാണ് അല്ലെ. ആ ഗാവിലോ പ്രിൻസിപ്പ് ആരെയാണ്, നമ്മുടെ ഓസ്ട്രിയയിലെ കിരീടാവകാശിയെ കൊന്നു, വെടിവെച്ച് കൊന്നു. ഇതാണ് പെട്ടെന്ന് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. ചിലപ്പോൾ നിങ്ങളോട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇമ്മീഡിയറ്റ് കോസ് മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്തെന്ന് എഴുതി വെക്കണം, ഓസ്ട്രിയ സെർബിയ യുദ്ധം. ഓസ്ട്രിയ സെർബിയ യുദ്ധം കാരണമാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്, ഓസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള യുദ്ധം. ഓസ്ട്രിയൻ കിരീടാവകാശിയായ, കാരണം അദ്ദേഹം അല്ലാതെ വേറൊരാളില്ല ഇനി, ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആരാണ്, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും സെർബിയൻ തീവ്രവാദിയായ ഒരു യുവാവിന്റെ പേരെന്താണ്, ഗാവിലോ പ്രിൻസിപ്പ് എന്ത് ചെയ്തു, വെടിവെച്ച് കൊന്നു. അത് പിന്നെ ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങള് സൃഷ്ടിക്കുകയാണ്. ഇതാണ് പെട്ടെന്ന് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. ക്ലിയർ അല്ലേ? ഇനി പറഞ്ഞു തരണോ ഏതൊക്കെയാണ്? ഓസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള യുദ്ധമാണ് എപ്പോഴാണ് നടന്നത്, 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഗാവിലോ പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ ഒരു സെർബിയ യുവാവ്, അതായത് തീവ്രവാദിയാണ്, അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയും തൽക്ഷണം രണ്ടുപേരും മരിക്കുകയും ചെയ്തു. ഇത് വൻ പ്രശ്നങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിയൊരുക്കി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പറയണോ ഇനി? സംശയമുണ്ടോ? ഇനി അടുത്ത എന്താണ് നമുക്ക് നോക്കാനുള്ളത്, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത്രയും പ്രശ്നങ്ങൾ നടന്നു, അപ്പൊ ഒരു യുദ്ധം വരുമ്പോ എന്ത് റിസൾട്ട് ഉണ്ടാവും, നമുക്ക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ, ഒരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തു. ഓൾ കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ്. എല്ലാ രാജ്യങ്ങളും ഇന്റർണൽ ഔട്ടർണൽ പ്രത്യക്ഷമായും പരോക്ഷമായി എന്തിൽ പങ്കെടുത്തു, ഒന്നാം ലോക മഹായുദ്ധത്തില് പങ്കെടുത്തു. കണക്കുകൾ എടുക്കാൻ കഴിയാത്ത വിധ ആളുകൾ മരിച്ചു, ലക്ഷക്കണക്കിന് ആൾക്കാർ മരണം സംഭവിച്ചു. ഭക്ഷ്യക്ഷാമം അല്ലെ, സ്കേഴ്സിറ്റി, ഫുഡ് കിട്ടാതെ ആൾക്കാര് മരണത്തിന് എന്ത് ചെയ്തു, കീഴ്പ്പെട്ടു. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു. മനസ്സിലായോ? ഒരുപാട് പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം റിസൾട്ട് ഓഫ് വാർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, തൊഴിലില്ലായ്മ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എവിടെ ഉണ്ടായി, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന്റെ റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തു, പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തതാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ധാരാളം പേര് മരിച്ചു, ഒന്നും രണ്ടും ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയുണ്ടായി. ഫുഡ് സ്കേഴ്സിറ്റി, ഭക്ഷ്യക്ഷാമം അവിടെ എന്ത് ചെയ്തു, ഉടലെടുത്തു. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത്വം പിന്നെയും കൂടുകയാണ്. ഇതെല്ലാം ഫസ്റ്റ് വേൾഡ് വാറിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് വേൾഡ് വാറും റഷ്യൻ റെവല്യൂഷനാണ് നമ്മൾ നോക്കിയത്. രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒട്ടുമേ ഇതിനെ കളയാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ നോട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ റഷ്യൻ റെവല്യൂഷൻ ക്ലിയർ ചെയ്ത് നോക്കി. രണ്ടാമത് നമ്മൾ എന്തിലോട്ടാ പോയത്, നമ്മുടെ റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൽ. അപ്പം നന്നായിട്ട് എൻ്റെ കുട്ടികൾ ഇത് പഠിക്കുക, നന്നായിട്ട് ക്ലാസ് കേൾക്കുക, ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് മനസ്സിരുത്തി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഞങ്ങളൊന്ന് അറിയിക്കുന്നത് വളരെ ഞങ്ങൾക്കും ഒരു പ്രചോദനമാണ്. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങളുടെ കോളേജ് വരുന്നത്
നെയ്യാറ്റിങ്കര കളിക്കോള പോകുന്ന റോഡിൽ വാമപുത്ര ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ടോപ്പിലാണ്. റീഗൽ ആക്മി കോളേജ് എന്നാണ് കോളേജിന്റെ പേര്. ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും NIOSന്റെ +2ന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സും ഓരോ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹിസ്റ്ററി, സോഷ്യോളജി, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, നമ്മുടെ കെമിസ്ട്രി എല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കയറി കാണുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.